നമുക്കിന്ന് കരിമീൻ വാഴയില പൊള്ളിച്ചാലോ? വായോ. ഞാൻ ആദ്യം കരിമീൻ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ വരഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള മസാല പുരട്ടി ഒരു അരമണിക്കൂർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. മീനിൽ പുരട്ടാനായിട്ട് ഉപയോഗിച്ചെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് നിറം മാറി വന്നാൽ മതിയേ. ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട കേട്ടോ. മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാവേ. ആ സെയിം എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. കുറച്ച് ആവശ്യത്തിന് നേരം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കാവേ. അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും വേപ്പിലയും പിന്നെ കൊച്ചുള്ളിയും പിന്നെ കുറച്ച് ഒരു സവോളയാണ്, 1.5 സവോളയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. വഴന്ന് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാവേ. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഴയില എടുത്തിട്ട് അതിലേക്ക് ഗ്രേവി നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫിഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ഗ്രേവി ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് തക്കാളിയും കുറച്ച് മുളകൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മടക്കി കെട്ടിയെടുക്കാം. ഞാൻ ആ വാഴയുടെ നാര് കൊണ്ട് തന്നെയാണ് കെട്ടിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് രണ്ട് വശവും നന്നായിട്ട് മുരിച്ചെടുക്കാതെ നന്നായി കളറ് മാറണേ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് വാഴയില നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ കുറച്ച് സമയം വെച്ചിട്ടാണ് തുറന്നെടുത്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ.